അസ്സലാമു അലൈക്കും. അമാനി മൗലവി തഫ്സീർ വായന ഭാഗം 9. എന്താണ് ഈ ഭാരം? മണിയടിക്കുന്ന ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു? അതിൽ നിന്ന് എങ്ങനെയാണ് തിരുമേനിക്ക് കാര്യം മനസ്സിലാവുക? എന്നീ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുക നമുക്ക് സാധ്യമല്ല. ആത്മീയ ലോകത്തിനും ഭൗതിക ലോകത്തിനുമിടയ്ക്ക്, അഥവാ ദിവ്യലോകത്തിനും മനുഷ്യലോകത്തിനുമിടയ്ക്ക് നടക്കുന്ന ഒരു വാർത്താബന്ധമാണത്. അതിനെപ്പറ്റി അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞു തന്നത് മാത്രം മനസ്സിലാക്കുവാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അത് നാം വിശ്വസിക്കുകയും വേണം. മേൽക്കണ്ട രൂപങ്ങൾ പുറമെ ചിലപ്പോൾ സ്വപ്നങ്ങൾ വഴിയും മറ്റു ചിലപ്പോൾ ഹൃദയത്തിൽ തോന്നിപ്പിക്കുക വഴിയും വഹി ലഭിക്കാറുള്ളതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മലക്ക് മുഖേനയുള്ള വഹിയിനെക്കുറിച്ചാണ് മേൽ ഉദ്ധരിച്ച ഹദീസിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. നബിമാർക്ക് ദിവ്യ സന്ദേശങ്ങൾ ലഭിക്കുന്ന മാർഗങ്ങളെപ്പറ്റി ഖുർആൻ ഇപ്രകാരം പറയുന്നു: വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹു അല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ ഫയൂഹി ബിഇദ്നിഹി മാ നശാ. വഹിയായിട്ടോ ബോധനമായിട്ടോ അല്ലെങ്കിൽ ഒരു മറയുടെ അപ്പുറത്തു നിന്നായിട്ടോ അല്ലെങ്കിൽ ഒരു ദൂതനെ മലക്കിനെ അയച്ച് അദ്ദേഹം തൻ്റെ അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം അവൻ ഉദ്ദേശിച്ചത് വഹി നൽകുകയായിട്ടോ അല്ലാതെ ഒരു മനുഷ്യനോടും അള്ളാഹു സംസാരിക്കുന്നതല്ല. ശൂറ 51. അള്ളാഹു സഹായിച്ചാൽ ശൂറ എന്നീ സൂറത്തുകളിലും മറ്റും ഇതിനെപ്പറ്റി കൂടുതൽ വിവരിക്കുന്നതാണ്. മലക്ക് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് ഹദീസിൽ കണ്ടുവല്ലോ. വളരെ സുന്ദരനും സുമുഖനുമായിരുന്ന ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നതായും മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചില സന്ദർഭങ്ങളിൽ സഹാബികൾ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളതായും അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടതായും ഹദീസുകളിൽ വന്നിരിക്കുന്നു. പക്ഷേ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തതിനു ശേഷമേ അത് മലക്കായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നുള്ളൂ. മേൽപ്പറഞ്ഞതെല്ലാം സാങ്കേതികാർത്ഥത്തിലുള്ള വഹിയിൻ്റെ ഇനങ്ങളെ പറ്റിയാകുന്നു. തേനീച്ചയ്ക്ക് വഹി നൽകി ഔഹ റബ്ബുക ഇലൻ നഹൽ എന്നും മറ്റും ഖുർആനിൽ വന്നിട്ടുള്ളത് ഭാഷാർത്ഥത്തിലുള്ള വഹിയിൻ്റെ ഉദാഹരണങ്ങളാണ്. ദൈർഘ്യഭയം നിമിത്തം കൂടുതൽ വിവരിക്കുന്നില്ല.